അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. റഹീഖുൽ ഖുർആനിന്റെ 4ാമത്തെ സെഷനിലെ 8ാമത്തെ ക്ലാസ്സിൽ സൂറത്തുൽ ബലദിലെ ആദ്യ 4 ആയത്തുകളാണ് ഇന്ന് നാം പഠിക്കുന്നത്. നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد. ആയത്തുകളുടെ അർത്ഥം നോക്കാം. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ രാജ്യത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു, അഥവാ മക്കയെ കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു. ലാ ഉഖ്സിമു, ഞാൻ സത്യം ചെയ്ത് പറയുന്നു. ബിഹാദൽ ബലദ്, ഈ രാജ്യത്തെ കൊണ്ട്. ബലദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കയാണ്. അപ്പൊ ഈ മക്കയെ കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു എന്നാണ്. 2ാമത്തെ ആയത്ത് വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, നീയാകട്ടെ ഈ രാജ്യത്തെ നിവാസിയുമാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടായിക്കൊണ്ട് അള്ളാഹു പറയുകയാണ്, പ്രവാചകരെ താങ്കളാകട്ടെ ഈ രാജ്യത്തെ നിവാസിയാണല്ലോ. വഅൻത, താങ്കളാകട്ടെ, ഹില്ലുൻ, താങ്കൾ നിവാസിയാണ് അല്ലെങ്കിൽ ഈ നാട്ടുകാരനാണ്. ബിഹാദൽ ബലദ്, ഈ രാജ്യത്തെ. വവാലിദിൻ വമാ വലദ്, ജനയിതാവിനെയും അവൻ ജനിപ്പിക്കുന്നതിനെയും തന്നെയാണ് സത്യം. വവാലിദിൻ, ജനയിതാവിനെ തന്നെയാണ് സത്യം. ജനയിതാവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിതാക്കന്മാർ അല്ലെങ്കിൽ രക്ഷിതാക്കൾ, മാതാക്കൾ എന്നൊക്കെ അതിൽ ആ ഒരു ആശയത്തിൽ വരും. അവർ തന്നെയാണ് സത്യമെന്നാണ്. വമാ വലദ്, ജനിപ്പിക്കുന്നതിനെയും തന്നെയാണ് സത്യം. അഥവാ ആ പിതാക്കന്മാർ മുഖേന ജനിച്ചു വരുന്ന മക്കൾ തന്നെയാണ് സത്യം എന്നാണ്. 4ാമത്തെ വചനം ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ക്ലേശം സഹിക്കേണ്ട നിലയിലാകുന്നു. ലഖദ്, തീർച്ചയായും, ഖലഖന, നാം സൃഷ്ടിച്ചു, അൽ ഇൻസാന, മനുഷ്യനെ. തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചത് ഫീ കബദ്, ക്ലേശം സഹിക്കേണ്ട നിലയിലാകുന്നു. മറ്റൊരു രീതിയിൽ കൂടി അതിനർത്ഥമുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദീകരണത്തിൽ നമുക്കത് മനസ്സിലാക്കാം. ഈ അധ്യായത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനിലെ 90ാമത്തെ അധ്യായമായിക്കൊണ്ടാണ് സൂറത്തുൽ ബലദിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ അധ്യായം മക്കിയായുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലായിരുന്ന കാലഘട്ടത്തിൽ ഹിജറക്ക് മുമ്പായിക്കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട അധ്യായങ്ങളിൽ പെട്ടതുമാകുന്നു. ഈ അധ്യായത്തിൽ 20 വചനങ്ങളാണ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്കതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. 1ാമത്തെ വചനം നാം പറഞ്ഞത് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ രാജ്യത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു, മക്കയെ കൊണ്ട് സത്യം ചെയ്ത് പറയുന്നു. ലാ എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് സംശയമാകും. ഇല്ല എന്ന അർത്ഥമാണ് സാധാരണയായി ആ ഒരു വാക്കിന് വരാറുള്ളത്. എന്നാൽ ഇവിടെ ആ രീതിയിൽ അർത്ഥം നൽകാൻ പാടില്ല. കാരണം ലാ എന്നുള്ളത് പണ്ഡിതന്മാർ അതിനെ വിവക്ഷിച്ചിട്ടുള്ളത് ലിൽ ഇസ്തിഫ്താഹി വത്തൗകീദി വത്തൻബീഹ് വലൈസത് നാഫിയ, അഥവാ ഇവിടെ ലാ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് ഒരു പ്രാരംഭത്തിന് വേണ്ടിയാണ്. ഇസ്തിഫ്താഹ് എന്ന് പറഞ്ഞാൽ പ്രാരംഭത്തിന് വേണ്ടിയാണ്. വത്തൗകീദ്, ഒന്ന് ഉറപ്പിച്ചു പറയാൻ വേണ്ടിയാണ്. വത്തൻബീഹ്, ഒരു ഉണർത്തലിന് വേണ്ടിയാണ്. ഈ 3 ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ ലാ എന്ന് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്. വലൈസത് നാഫിയത്തൻ, മറിച്ച് നിഷേധിക്കുവാനോ നിരോധിക്കുവാനോ ഒക്കെ ഉപയോഗിക്കാറുള്ള ലാ എന്ന അർത്ഥത്തിലല്ല ഇവിടെ ഈ ഒരു വാക്യം വന്നിട്ടുള്ളത് എന്നാണ്. അപ്പോൾ അതിന് ഈ നാടിനെ തൊട്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു എന്ന അർത്ഥമാണ് നൽകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അരികിൽ ഏറ്റവും ശ്രേഷ്ഠവും പ്രത്യേകവുമായ കാര്യങ്ങളെ തൊട്ടാണ് പൊതുവെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല സത്യം ചെയ്ത് പറയാറുള്ളത്. അറബി ഭാഷയിൽ ഈ ഒരു കാര്യം ചെയ്യുവാൻ, അഥവാ ഇങ്ങനെ സത്യം ചെയ്ത് പറയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ പൊതുവെ 3 അക്ഷരങ്ങളാണ്. 1ാമത്തേത് അൽ ബാ, അഥവാ ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം എന്നിങ്ങനെ ബാ വെച്ചുകൊണ്ട് സത്യം ചെയ്ത് പറയാറുണ്ട്. 2ാമത്തേത് വൽ വാവ്, വാവാണ്, വല്ലാഹി എന്നിങ്ങനെ സത്യം ചെയ്ത് പറയാറുണ്ട്. 3ാമത്തേത് അത്താ, അഥവാ തല്ലാഹി എന്നും സത്യം ചെയ്ത് പറയാറുണ്ട്. ഈ 3 എണ്ണമാണ് സത്യം ചെയ്ത് പറയാൻ വേണ്ടി ഉപയോഗിക്കാറുള്ള ഹർഫുകൾ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ബാ ആണ്. ബിഹാദൽ ബലദ്,
അഥവാ ഈ നാടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അതിന്റെ കൂടെ ഉഖ്സിമു ഞാൻ സത്യം ചെയ്ത് പറയുന്നു എന്ന ഒരു കാര്യം കൂടി അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. നാം മനസ്സിലാക്കിയതുപോലെ തന്നെ സൃഷ്ടാവ് എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തന്റെ സൃഷ്ടികളിൽ ഏതിനെ തൊട്ട് സത്യം ചെയ്യുവാനുമുള്ള അധികാരമുണ്ട്. എന്നാൽ സൃഷ്ടികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സൃഷ്ടാവിനെ തൊട്ട് മാത്രമേ നമുക്ക് സത്യം ചെയ്ത് പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിക്കൊണ്ട് ഇമാം അഹ്മദ് റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ ഹലഫ ബിഗൈരില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റൊരാളിൽ ആരെങ്കിലും സത്യം ചെയ്ത് പറഞ്ഞാൽ ഫഖദ് കഫറ, അവൻ കുഫ്ർ ചെയ്തിരിക്കുന്നു, ഔ അശ്റക, അല്ലെങ്കിൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ അല്ലാഹു അല്ലാത്തതിനെ കൊണ്ട് സത്യം ചെയ്ത് പറയുക എന്നതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ്. എന്റെ ഉമ്മ തന്നെയാണ് സത്യം, എന്റെ ഉപ്പ തന്നെയാണ് സത്യം, നിന്റെ തല തന്നെയാണ് സത്യം, അല്ലെങ്കിൽ കഅബ തന്നെയാണ് സത്യം, വിശുദ്ധ ഖുർആൻ തന്നെയാണ് സത്യം എന്നിങ്ങനെ സത്യം ചെയ്ത് പറയുവാൻ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് പാടില്ല എന്നുള്ളതാണ്. എന്നാൽ കഅബയുടെ രക്ഷിതാവ് തന്നെയാണ് സത്യം, നിന്റെ റബ്ബ് തന്നെയാണ് സത്യം, എന്നെ സൃഷ്ടിച്ച റബ്ബ് തന്നെയാണ് സത്യം എന്നിങ്ങനെ അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് നമുക്ക് സത്യം ചെയ്ത് പറയുകയും ചെയ്യാം. അത് തന്നെ പ്രധാനമായുള്ള കാര്യങ്ങളിൽ മാത്രമേ ഈ ഒരു ഹൽഫ്, ഈ ഒരു സത്യം ചെയ്ത് പറയുക എന്ന പ്രവൃത്തി ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. നിസ്സാരമായുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സത്യം ചെയ്ത് പറയുക എന്നുള്ളത് ആ ഒരു വിഷയത്തിന്റെ ഗൗരവം എടുത്തു കളയുവാൻ കാരണമാകും എന്നതിനാൽ അത് പണ്ഡിതന്മാർ വിലക്കിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു തആല അഅലം. ഇനി നാം നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഈ ഒരു അധ്യായത്തിൽ ബിഹാദൽ ബലദ്, ഈ നാടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു എന്ന് പറഞ്ഞത് ഇവിടെ മക്കയെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ശ്രേഷ്ഠമാക്കിയതും അള്ളാഹ്ക്ക് ഏറെ തൃപ്തിയുള്ളതും ഇഷ്ടമുള്ളതുമായ നാടാണ് മക്ക എന്നുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തിൽ തന്നെ ഏറ്റവും ഉത്തമനായ പ്രവാചകനെ അവിടെ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നാണ്. മുഹമ്മദ് നബിയുടെ ആഗമനത്തോടുകൂടി മക്കയുടെ ശ്രേഷ്ഠത ഒന്നുകൂടി അധികരിച്ചിട്ടുമുണ്ട്. മക്ക വിജയത്തോടുകൂടി മക്കയുടെ അധികാരം പൂർണ്ണമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീഴിലേക്ക് വന്നെത്തിയിട്ടുണ്ട്. അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ അധ്യായത്തിൽ 2-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, പ്രവാചകരെ താങ്കൾ ഈ നാട്ടിലെ താമസക്കാരനാകുന്നു, അല്ലെങ്കിൽ ഈ നാട്ടിലെ നിവാസിയാകുന്നു എന്ന്. അഥവാ മുമ്പും ശേഷവും മറ്റാർക്കും നൽകപ്പെട്ടിട്ടില്ലാത്തത്രയും അധികാരവും ചൈതന്യവും മുഹമ്മദ് നബിക്ക് മക്കയിൽ നൽകപ്പെട്ടിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ പവിത്രതയെ സംബന്ധിച്ച് പറയുന്നതായി കൊണ്ട് കാണാം. മുത്തഫഖുൻ അലൈഹിയായ ഹദീസിലാണുള്ളത്, വഖദ് ആദത് ഹുർമതുഹാ അൽയൗം കഹുർമതിഹാ ബിൽ അംസ്, മുമ്പുണ്ടായിരുന്ന അതിന്റെ പവിത്രതയിലേക്ക് ഇന്ന് അതിന്റെ പവിത്രത തിരിച്ചു വന്നിട്ടുണ്ട് എന്നാണ്. ആ മക്കയുടെ ശ്രേഷ്ഠതയും അതിന്റെ ചൈതന്യവും അതിന്റെ പവിത്രതയും എല്ലാം അന്നും ഇന്നും എന്നും ഒരുപോലെ നിലനിൽക്കുക തന്നെ ചെയ്യും. അന്ത്യനാൾ വരെ അതങ്ങനെ ഉണ്ടായിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾ നോക്കിയ ഈ ഒരു അധ്യായം, ഈ സൂറത്തുൽ ബലദ് എന്ന് പറയുന്ന ഈ അധ്യായം ഹിജ്റ 8-ാം വർഷത്തിൽ നടന്ന മക്ക വിജയത്തിന്റെയും ഹിജ്റയുടെയും ഒക്കെ മുമ്പ് മക്കയിൽ വെച്ചാണ് അവതീർണമായത് എന്നത് തീർച്ചയാണ്. പണ്ഡിതന്മാർ ഏകാഭിപ്രായത്തോടു കൂടി പറഞ്ഞ കാര്യവുമാണ്. ഇവിടെ 2-ാമത്തെ വചനത്തിൽ വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, പ്രവാചകരെ താങ്കൾ ഈ നാട്ടിലെ നിവാസിയാകുന്നു, അല്ലെങ്കിൽ താങ്കൾ ഈ നാട്ടിൽ സ്വതന്ത്രനാകുന്നു എന്നിങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞപ്പോൾ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന മക്ക വിജയത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അഥവാ പ്രവാചകന്റെ നാടായിരുന്നുവെങ്കിലും പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ നാട്ടിൽ നിന്നും പോകേണ്ട സാഹചര്യം ഉണ്ടായി. എന്നിട്ടും പ്രവാചകൻ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയപ്പോഴും അതിനുശേഷവുമെല്ലാം ഈ ഒരു അധ്യായം ഇങ്ങനെ പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ ഈ ഒരു പ്രഖ്യാപനം അത് വീണ്ടും പഴയ പടിയിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്നുള്ളതും നമുക്ക് ചരിത്രത്തിലൂടെ വായിച്ചെടുക്കുവാൻ സാധിക്കും. വ്യത്യസ്ത തരത്തിലുള്ള ഭീകരാന്തരീക്ഷങ്ങൾ മക്ക പരിസരങ്ങളിൽ ഹിജ്റക്ക് മുമ്പും ശേഷവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഒടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ വാഗ്ദാനം നടപ്പാകുവാൻ എല്ലാ കാര്യങ്ങളും തന്നെ വഴിമാറി നിൽക്കേണ്ടി വന്നു എന്നത് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന സകല ബിംബങ്ങളും നിരപ്പാക്കപ്പെടുകയും ശിർക്കൻ ചട്ടങ്ങളും കോപ്രായങ്ങളും മായ്ക്കപ്പെടുകയും
മക്ക അത് തീർത്തും അതിന്റെ പൂർവ്വ തൗഹീദി ചൈതന്യത്തിലേക്ക് മടക്കപ്പെടുകയും ചെയ്തു എന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ധിക്കാരികളും തെമ്മാടികളും ആർത്തുല്ലസിച്ചിരുന്ന ആ നാട് ലോകത്തെ തന്നെ സമാധാനത്തിന്റെയും ശാന്തിയുടെയും ഗേഹമായി ചിത്രീകരിക്കപ്പെടുകയാണ്. ഭൂമുഖത്തെ സകല കോണുകളിലും ഷിർക്കും കുഫറും തോന്നിവാസങ്ങളും ആഭാസങ്ങളും വാനം മുട്ട ഉയർത്തപ്പെട്ടാലും ശരി, കാലം അതിന്റെ പൂർണ്ണ വിരാമത്തെ സ്പർശിക്കുന്നത് വരെ മക്ക നിർഭയത്വത്തിന്റെ നാടായിക്കൊണ്ട് തന്നെ തുടരുമെന്നുള്ളത് ഈ അധ്യാപനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വാഗ്ദാനവുമാണ്. ഈ ദീർഘവീക്ഷണത്തിന്റെ അങ്ങേ തലയിലുള്ള ആശയത്തെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ തന്നെ ഈ പ്രഖ്യാപനം സൂറത്തുൽ ബലദിലെ 2-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലിഖിതം ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശേഷം ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഒരു കാര്യം കൂടി സത്യം ചെയ്ത് പറയുകയാണ്. വവാലിദിൻ വമാ വലദ്, ജനയിതാവും അവൻ ജനിപ്പിച്ചതും തന്നെയാണ് സത്യമെന്നാണ്. അഥവാ ജനയിതാവ് എന്ന അർത്ഥം കൽപ്പിച്ച വാലിദ് എന്ന ആ ഒരു പദം അത് യഥാർത്ഥത്തിൽ മാതാവിനും പിതാവിനും ഉപയോഗിക്കുവാൻ സാധിക്കുന്ന രീതിയിലാണ് അറബിയിൽ നിയമിക്കപ്പെട്ടിട്ടുള്ളത്. മാതാവിനെ പ്രത്യേകം ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിൽ സ്ത്രീലിംഗ ചിഹ്നം കൂടി ചേർത്ത് വാലിദത്തുൻ എന്ന് പറയപ്പെടുകയും ചെയ്യും. അപ്പോൾ മൊത്തത്തിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ രക്ഷിതാക്കളെ ഉണർത്തിക്കൊണ്ടാണ് ഈ ഒരു വാചകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. മനുഷ്യന്റെ മാത്രമല്ല, ഇതര ജീവികളുടെ ജനയിതാക്കൾക്കും വ്യക്തികളുടെ മാത്രമല്ല സമൂഹത്തിന്റെ ജനയിതാക്കൾക്കുമെല്ലാം ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള വാക്കാണ് വാലിദുൻ എന്നുള്ളത്. ആ വാക്കിനെയാണ് അള്ളാഹു അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ആ നിലക്ക് നോക്കുമ്പോൾ മനുഷ്യ പിതാവിന്റെയും മനുഷ്യ സമുദായത്തിന്റെയും അല്ലെങ്കിൽ മറ്റെല്ലാ സമുദായങ്ങളുടെയും അവയുടെ ജനയിതാക്കളുടെയും ഉത്ഭവം, വളർച്ച, വികസനം, പെരുപ്പം തുടങ്ങിയവയിൽ അടങ്ങിയ ദൃഷ്ടാന്ത രഹസ്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ വചനം പാരായണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായത്തിന്റെ ആരംഭ വശത്ത് സത്യം ചെയ്ത് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്ന കാര്യം എന്താണ്? ഇതൊക്കെ തന്നെയാണ് സത്യം. എന്നിട്ട് അല്ലാഹു അവസാനം ഒരു കാര്യം പറയുകയാണ്. എന്താണത്? 4-ാമത്തെ വചനത്തിലൂടെ നമുക്ക് കാണാം. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ക്ലേശം സഹിക്കേണ്ട നിലയിലാകുന്നു എന്നാണ്. അപ്പൊ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വർഗത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് അവൻ ഏറെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കേണ്ടവനാണ്. ആ ഒരു രീതിയിൽ തന്നെയാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. ഈ ഒരു വചനത്തിൽ യഥാർത്ഥത്തിൽ മനുഷ്യന്റെയും മനുഷ്യന്റെ സൃഷ്ടിപ്പിനെയും അവന്റെ ജീവിതത്തെയും ഒക്കെ കുറിച്ച് പ്രധാനമായ ചില കാര്യങ്ങൾ ഉണർത്തുകയാണ് ചെയ്യുന്നത്. ഈ ആയത്തിൽ പറഞ്ഞ ആ ഒരു കാര്യം അത് സ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി 3 സ്ഥിരീകരണങ്ങളാണ് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. 3 രൂപങ്ങൾ നമുക്കതിൽ കാണാം. ഒന്നാമത്തേത് ഖസമാണ്, അഥവാ സത്യം ചെയ്ത് പറഞ്ഞു. കഴിഞ്ഞ വചനങ്ങളിലൂടെ അള്ളാഹു 1-2 കാര്യങ്ങളെ തൊട്ട് സത്യം ചെയ്ത് പറയുകയുണ്ടായി. രണ്ടാമത്തേത് ലാമാണ്, ലഖദ് എന്നതിലെ ലാം. മൂന്നാമത്തേത് ഖദ് എന്ന ആ ഒരു പ്രയോഗമാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അറബിയിൽ ഉറപ്പിക്കാൻ വേണ്ടി, ഒന്നും കൂടി സ്ഥിരീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഒരു കാര്യം കേവലം പറയുന്നതിനേക്കാൾ അപ്പുറം ഒരു കാര്യം സത്യം ചെയ്ത് പറയുമ്പോൾ അതിന് കുറച്ചും കൂടി ഉറപ്പുണ്ടായിരിക്കും. അതേപോലെ തന്നെ അത് അങ്ങനെ തന്നെയാണ് എന്ന് പറയുമ്പോൾ അതിനും ഒരു ഫലമുണ്ടായിരിക്കും. ആ രീതിയിൽ അത് ഖസമോട് കൂടി സത്യം ചെയ്ത് പറഞ്ഞുകൊണ്ട് ലാമും ഖദും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതൊക്കെ സ്ഥിരീകരണത്തിന്റെ രൂപങ്ങളാണ്. ആ രൂപഭേദങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ് എന്ന്. ഇവിടെ പ്രതിപാദിച്ച ഫീ കബദ് എന്ന ആ ഒരു വാക്യം അതിനെ നമുക്ക് 2 രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ആ കാര്യം രേഖപ്പെടുത്തിയതായി കാണാം. ഒന്നാമത്തെ ആശയം എന്താണെന്നാൽ അൽ കബദ് യഅനി തമാം വസിഫഅ ഫിൽ ഖിൽഖതി വൽ അഖ്ലി വഗൈരി ദാലിക, അഥവാ മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ചൊവ്വായ രീതിയിലാണ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. അവന്റെ ബുദ്ധിയാകട്ടെ, അവന്റെ സൃഷ്ടി വൈഭവങ്ങളാകട്ടെ എല്ലാം തന്നെ മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി തല ഉയർന്നവനായും കാര്യങ്ങൾ ഗ്രഹിക്കുന്നവനായും മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചു. ആ രീതിയിൽ തന്നെ അവൻ നിലകൊള്ളുകയും ചെയ്യുന്നു എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തീനിൽ നമുക്കറിയാം ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, തീർച്ചയായും മനുഷ്യനെ ഏറ്റവും ചൊവ്വായ രീതിയിലാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഈ ആയത്തിനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.
ഏറ്റവും ചൊവ്വായ രീതിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നൊരു ആശയം അതിലൂടെ നമുക്ക് ഗ്രഹിക്കാം. രണ്ടാമത്തെ ആശയം ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് പഠിപ്പിച്ചു തരുന്നത് ഫി മുകാബദത്തിൻ ലിമശാഖിൽ അഅ്മാലി ദുനിയവിയ്യ വൽ ഉഖ്റവിയ്യ, അഥവാ ഇഹലോകത്തെയും പരലോകത്തെയും കാര്യങ്ങളിൽ മനുഷ്യൻ പ്രവേശിക്കുമ്പോൾ അവൻ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും, ക്ലേശങ്ങൾ ഉണ്ടായിരിക്കും. അത് അവൻ ജീവിതത്തിൽ അനുഭവിക്കേണ്ടിയിരിക്കുന്നു എന്ന കാര്യമാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്നാണ്. അഥവാ മനുഷ്യനെ ക്ലേശം സഹിക്കാൻ ഉതകുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ അതങ്ങനെ സഹിക്കേണ്ടവനായിക്കൊണ്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഭൗതിക കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടവനായ മനുഷ്യൻ തന്റെ ജീവിതത്തിനിടയിൽ ധാരാളം ക്ലേശങ്ങൾ അനുഭവിക്കുവാൻ നിർബന്ധിതനാണ്. തന്റെ പഠന ജോലി സംബന്ധമായ കാര്യങ്ങളാകട്ടെ, അതേപോലെ തന്നെ ഉപജീവനം തേടുന്ന വിഷയങ്ങളാകട്ടെ, ബന്ധങ്ങൾ ചേർക്കുന്ന കാര്യങ്ങളാകട്ടെ, അതിനെല്ലാം അപ്പുറം അവന്റെ പാരത്രിക ജീവിത മോക്ഷത്തിന് വേണ്ട പ്രവൃത്തികൾ ചെയ്യുന്ന കാര്യത്തിലും തീർച്ചയായും മനുഷ്യൻ ധാരാളം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും, ഏൽക്കേണ്ടി വരും. ആ ഒരു ആശയം ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത്തരത്തിൽ പരസ്പര വൈരുദ്ധ്യമില്ലാത്ത ഈ രണ്ട് ആശയങ്ങളിലൂടെയാണ് ഈ വചനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ്. ലോകത്തുള്ള ജീവജാലങ്ങളിൽ ഏറ്റവും ചൊവ്വായ രീതിയിൽ തന്നെ സൃഷ്ടിപ്പും വ്യവസ്ഥയും നിശ്ചയിക്കപ്പെട്ട മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഉടനീളം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവനാണെന്നും അത് ഭംഗിയായി നിർവഹിക്കുവാൻ താൻ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും അത് നിർവഹിക്കുന്നതിനോട് വിമുഖത കാണിച്ച് അലസമായി ജീവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ അതിന്റെ പേരിൽ ഖേദിക്കേണ്ടി വരുമെന്നും ഈ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ജീവിതം നയിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇഹലോകത്തെയും പരലോകത്തെയും കാര്യങ്ങൾ തീർത്തും വിജയകരമാം വിധത്തിൽ അത് കൈകാര്യം ചെയ്യുവാനും അത്തരത്തിൽ യഥാർത്ഥ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.